Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ ഫിസിക്സിനകത്തെ 5th ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് നോക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. തീരെ ചെറിയ ചാപ്റ്ററാണ്, വലിയ ഡെറിവേഷൻസ് ഒന്നുമില്ല. ഇനി ഷോർട്ട് ഡെറിവേഷൻസ് ആണെങ്കിൽ ഒത്തിരി കാര്യമായിട്ടൊന്നുമില്ല. ഇനി അതുപോലെ ഒത്തിരി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. കഴിയുന്നതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഏതാ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോഴ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് പോൾസ്. മാഗ്നറ്റിക് പോൾസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഇത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമുക്കറിയാം ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ചാർജസ് അല്ലേ, 1/4πε0 Q1 Q2 by R². അതേപോലെ ഇവിടെ രണ്ട് മാഗ്നറ്റിക് പോൾസ് നമ്മൾ എടുക്കുകയാണ്, P1ഉം P2. ഈ രണ്ട് മാഗ്നറ്റിക് പോൾസിനിടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി പോൾ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് P1 P2, and inversely proportional to square of the distance between them, that is 1/r². ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ചെയ്തതുപോലെ തന്നെ F പ്രൊപ്പോർഷണൽ ടു P1 P2 by r², അല്ലെങ്കിൽ F ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു P1 P2 by r². ഇനി ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് μ0/4π ആണ്. μ0/4π, ദാറ്റ് ഈസ് F ഈക്വൽ ടു μ0/4π P1 P2 by r². μ0/4π P1 P2 by r². ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, മൂവിങ് ചാർജസിനകത്ത് ബയോട്ട് സാവർട്ട്സ് ലോയ്ക്കകത്തും ഒക്കെ ഈ μ0 എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ε0 ആരായിരുന്നു? പെർമിറ്റിവിറ്റി. ഇത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁻7 വെബർ m⁻⁻1 A⁻⁻1. യൂണിറ്റ് എന്ന് പറയുന്നത് വാല്യൂ 4π × 10⁻⁻7 ആണ്. യൂണിറ്റ് വെബർ m⁻⁻1 A⁻⁻1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഓൾറെഡി നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തെന്നായിരുന്നു. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിക്കേ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്തായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡൈപോൾ ലെന്ത് അല്ലേ. ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യുന്നു, നോർത്തും സൗത്തും ഉണ്ട്, അതിൻ്റെ ലെന്ത് 2L ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ സിമ്പൽ M ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ സിമ്പൽ എന്തായിരുന്നു? P ആണ് അല്ലേ. ഇവിടെ നമ്മൾ M ആണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് the product of pole strength and ഇവിടെ നമ്മൾ പറയുന്നത് ഡൈപോൾ ലെന്ത് എന്നാണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെന്ത് ഓഫ് ദി മാഗ്നറ്റ് ആണ്. ലെന്ത് ഓഫ് ദി മാഗ്നറ്റ്. പോൾ സ്ട്രെങ്ത് P, ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് 2L. ഇനി പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് ആംബിയർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആംബിയർ
meter square. Ampere meter into meter, that is ampere meter square. Clear ആയോ? ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ. മാഗ്നറ്റിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടോർക്ക് എന്ന് പറയുന്നത് നോർമലി നമുക്കറിയാം, ടോർക്ക് ഇസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ടോർക്ക് എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മളൊരു മാഗ്നറ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഈ മാഗ്നറ്റ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. നോർത്തും സൗത്തും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്യൂ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇ ആണ്. അങ്ങനെയാണെങ്കിൽ പി പോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോള് ബി മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പി ബി ആയിരിക്കും. ഇവിടെ ക്യൂ ഇ ആണ്, ഇവിടെ പി ബി ആണ്. ഇനി ഇവിടെ നോർത്ത് പോളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എഫ് ഈക്വൽ ടു പി ബി. സൗത്തിൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു പി ബി. രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, കാരണം ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. പക്ഷേ രണ്ടും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? ഒരു ടോർക്ക് വരും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. കപ്പിൾ ഓഫ് ദ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പേര് കൊടുത്തേക്കാം എ ബി സി. ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി സി ആണ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ബി സി ആണ്. ബി സി എന്ന് പറയുന്ന സൈഡ് കിട്ടാനായിട്ട് നമ്മൾ ട്രയാങ്കിൾ എ ബി സിക്കകത്ത് സൈൻ തീറ്റ എടുക്കണം. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബി സി വരും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് അവിടെ എ സി ആണ്. എ സി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ആണ്, 2L ആണ്. ദാറ്റ് ഈസ് ബി സി ബൈ 2L വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബി സി ഈക്വൽ ടു 2L സൈൻ തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫോഴ്സ് എഫ് ഇസ് പി ബി ഇൻറ്റു ബി സി ഇസ് 2L സൈൻ തീറ്റ. നമുക്കറിയാം പി ഇൻറ്റു 2L എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, എം ആണ്. എം ബി സൈൻ തീറ്റ അല്ലെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. സെയിം ഇക്വേഷൻ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്തൊന്ന് ഓർത്ത് നോക്കിക്കുക. എന്തായിരുന്നു? ടോ ഈക്വൽ ടു പി ക്രോസ് സി അല്ലേ. ടോ ഈക്വൽ ടു പി ക്രോസ് സി ആയിരുന്നു. പി ആരായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഈ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ആൻഡ് ബി ഇസ് ദി മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അവിടെ ഇലക്ട്രിക് ഡൈപോൾ വെച്ച് ചെയ്തതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഡൈപോൾ വെച്ചും ചെയ്യുന്നത്. പക്ഷെ എന്തുമാത്രം കൺസിഡർ ചെയ്യണം? ഫോഴ്സ് എന്ന് പറയുന്നത് പി ബി ആണെന്ന് എടുക്കണം. പിന്നെ നേരത്തെ എടുത്തതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L സൈൻ തീറ്റ വരും. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്തും കൂടി നോട്ട് ചെയ്യണം.
ഇതിനകത്ത് തീറ്റയുടെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം അല്ലേ. തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിലോ സൈൻ 90 1 ആണ് എന്ന് വെച്ചാൽ ടോർക്ക് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും MB. അതുപോലെ തീറ്റയുടെ വാല്യൂ 0 ആയാലോ സൈൻ 0 0 ആണ്, അങ്ങനെയെങ്കിൽ ടോ ഈക്വൽ ടു 0 ആയിരിക്കും. ടോർക്ക് 0 ആണ്, ഇവിടെ ടോർക്ക് മാക്സിമം ആയിരിക്കും. ഓക്കെ അല്ലേ. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അതുപോലെ തീറ്റയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള കമ്പാരിസൺസ്. അതായത് രണ്ട് ഫീൽഡിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയൊക്കെയാണ്, ഡൈപോൾ മൊമെന്റ് എന്തൊക്കെയാണ്, ടോർക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1/4πε0 Q1 Q2/r² ആണ്. സെയിം തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോഴോ μ0/4π P1 P2/r² ആയിരിക്കും. അതുപോലെ ഡൈപോൾ മൊമെന്റ് വരുമ്പോഴത്തേക്കും Q × 2a അല്ലേ, എനി വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെന്ത്. ഇവിടെയോ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെന്ത് ഓഫ് ദി മാഗ്നറ്റ്. ഇവിടെ നമ്മൾ ടോർക്ക് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ടോ എന്ന് പറയുന്നത് P×E ആണ്. ഇവിടെയാണെങ്കിൽ ആര് വരും, M×B വരും അല്ലേ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് -P.E ആണ്, PE cos θ. സെയിം വേ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ആര് വരും, MB sin θ cos θ ആണ്, M.B ആണ്, -M.B ദാറ്റ് ഈസ് MB cos θ. ഇവിടെയാണെങ്കിലോ PE cos θ. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്സിയൽ ലൈനിലും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇക്വറ്റോറിയൽ ലൈനിലും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഡൈപോൾ മൊമെന്റ് പറഞ്ഞു, ടോർക്ക് പറഞ്ഞു, എനർജി പറഞ്ഞു. ഇതുപോലെ വരുന്ന നെക്സ്റ്റ് ക്വാണ്ടിറ്റിയാണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എലോങ് ദി ആക്സിയൽ ലൈനും എലോങ് ദി ഇക്വറ്റോറിയൽ ലൈനും. ആക്സിയൽ ലൈൻ ആകുമ്പോഴത്തേക്കും 1/4πε0 2p/r³ ആണ്. ഇവിടെ നമുക്ക് ഈ കോൺസ്റ്റന്റ് 1/4πε0 പകരം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആരായിട്ട് മാറും, μ0/4π ആയിട്ട് മാറും. അതുപോലെ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ആണ്, ഇവിടെ വരുമ്പോൾ ആരാ, M ആണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ആയിട്ട് മാറും. അതുപോലെ ഇക്വറ്റോറിയലിലാണെങ്കിൽ എന്തായിരിക്കും, 1/4πε0 p/r² ആണ്, r³ ആണ്, p/r³ ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് വരുമ്പോഴോ പിക്ക് പകരം ആര് വരും, M വരും. അതുപോലെ കോൺസ്റ്റന്റ് 1/4πε0 മാറിയിട്ട് അവിടെ ആരാ വരുന്നേ, μ0/4π ആയിരിക്കും. അപ്പം ഇത് കമ്പയർ ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ്. നമ്മൾ ആ ഡൈപോളിന്റെ ആക്സിയലും ഇക്വറ്റോറിയലും ഫൈൻഡ് ഔട്ട് ചെയ്തത് Q1 Q2 എന്ന് പറഞ്ഞ് രണ്ട് ചാർജസ് അല്ലേ, അല്ലെങ്കിൽ +Qവും -Qവും എടുത്തിട്ട് നമ്മൾ ആക്സിയൽ ലൈനിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. എന്നിട്ട് ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു. -Q ചാർജ് കാരണം ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇൻറ്റു ദ ചാർജ് ആയിരിക്കും. അതുപോലെ പ്ലസ് കാരണം പുറത്തേക്കായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു. നെറ്റ് ഫീൽഡാണ് നമുക്ക് 1/4πε0 2p/r³ എന്ന് നമുക്ക് കിട്ടുന്നത്. സെയിം വേ നമുക്ക് എന്തും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരു നോർത്ത് പോളും സൗത്ത് പോളും വെച്ചിട്ട് അതിൻ്റെ അടുത്തുനിന്ന് r ഡിസ്റ്റൻസിൽ അല്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് അസ്യൂം ചെയ്തിട്ട് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B, ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു 2m/r³ ആയിരിക്കും. ഇനി ചാർജിൻ്റെ കേസിൽ ഓർക്കുന്നില്ല, ഇക്വറ്റോറിയൽ ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് +Qവും -Qവും എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് P എന്ന് പറയുന്ന ഒരു പോയിന്റ് r ഡിസ്റ്റൻസിലെടുത്തു. ഇത് r1ഉം ഇത് r2ഉം കൊടുത്തു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ഫീൽഡ് നമ്മൾ രണ്ടായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യുന്നു.
ഒന്ന് നേരെ താഴത്തേക്ക് വരുന്നതും മറ്റേത് നേരെ മുകളിലോട്ട് പോകുന്നതും. എന്നിട്ട് ഇതിനെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് നമ്മളിതിനെ റിസോൾവ് ചെയ്യും. എന്നിട്ട് നെറ്റ് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും അല്ലേ. സെയിം വേ നമുക്ക് എന്തും ചെയ്യാം. നോർത്ത് പോളും സൗത്ത് പോളും എടുത്തു. ഇവിടെ നിന്ന് പി എന്ന് പറയുന്നൊരു പോയിന്റ്, ആർ ഡിസ്റ്റൻസിൽ പി എന്ന് പറയുന്നൊരു പോയിന്റ്, R1 ഡിസ്റ്റൻസും R2 ഡിസ്റ്റൻസും. അങ്ങനെയാണെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? B = μ0/4π m/r³ ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. കണ്ടോ? അപ്പം ഇത് കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചിട്ടേക്കണം കേട്ടോ. നമുക്കൊരു 1 മാർക്ക് കിട്ടുന്നതാണ്, വെറുതെ കളയണ്ട. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ കമ്പാരിസൺ പഠിച്ചിട്ടോണം. ഇൻ കേസ് നമുക്കിനി ഒരു 2 മാർക്ക് ക്വസ്റ്റനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളൊരു മിനിമം ഒരു 4 പോയിന്റെങ്കിലും നമ്മൾ എഴുതേണ്ടി വരും. ഇനി ഒരു 3 മാർക്ക് ക്വസ്റ്റനായിട്ടാണ് വരുന്നതെങ്കിൽ മിനിമം ഒരു 6 പോയിന്റെങ്കിലും നമുക്ക് അതിനകത്ത് കമ്പയർ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ ഒന്ന് അവസാനിക്കും? എൻഡ് അറ്റ് സൗത്ത് പോൾ. സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് സൗത്ത് പോൾ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എക്സ്റ്റേണലി ആണെങ്കിൽ, പുറത്തുകൂടിയാണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ വന്ന് എൻഡ് ചെയ്യും. ഇന്റേണലി ആണെങ്കിലോ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അതായത് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ, എൻഡ് അറ്റ് സൗത്ത് പോൾ. എങ്ങനെ? എക്സ്റ്റേണലി, പുറത്തുകൂടി. അങ്ങനെയെങ്കിൽ ഇന്റേണലി എന്തായിരിക്കും? ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആയിരിക്കും. ക്ലിയർ ആയോ? എന്ന് വെച്ചാൽ ഇതെന്ത് ഫോം ചെയ്യും? ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കേസ് പറയുമ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറയും. പക്ഷെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എന്ത് പോസിബിൾ ആണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കുണ്ട്, സൗത്തിൽ നിന്ന് നോർത്തിലേക്കുണ്ട്. എന്ന് വെച്ചാൽ ഇതെന്ത് ഫോം ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ക്ലോസ്ഡ് കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞതുപോലെ തന്നെ ഇതും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഓർക്കുന്നുണ്ടോ? 2 ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. അതുപോലെ ഇവിടെയും എന്ത് തന്നെയാണ്? ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. അതിന് കാരണം എന്താ പറഞ്ഞത്? ഇഫ് ദ ഇന്റർസെക്ട് at the point of intersection there may be 2 direction which is not possible, അല്ലെങ്കിൽ direction is not unique. ഇന്റർസെക്ട് ചെയ്താൽ ഡയറക്ഷൻ ഒരിക്കലും യൂണിക് ആയിരിക്കത്തില്ല. ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ അതിന് 2 ഡയറക്ഷൻ വരും. ഒന്നുകിൽ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പം അറ്റ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദ ഡയറക്ഷൻ ഈസ് നോട്ട് യുണീക്ക്. യുണീക്ക് അല്ല. അതുകൊണ്ട് 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ഇൻ യൂണിഫോം magnetic field lines are parallel. ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പം ഈ 6 പോയിന്റ് പഠിച്ചിട്ടോണം. 6 പോയിന്റിൽ അത്യാവശ്യം ഒരു 4 പോയിന്റെങ്കിലും നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ഒന്ന് ഇത് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും, എക്സ്റ്റേണലി നോർത്ത് ടു സൗത്ത് ആയിരിക്കും, ഇന്റേണലി സൗത്ത് ടു നോർത്ത് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്റ്റ് ചെയ്യത്തില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. ഇനി മാഗ്നറ്റിസത്തിനകത്തും ആരുണ്ട്, ഒരു ഗോസ് തിയറം ഉണ്ട്. സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് 0. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്, 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 0 ആണ്. ഗോസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഇസ്, അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ any closed surface is zero. ഈ ഡെഫിനേഷൻ അതുപോലെ അങ്ങ് പഠിച്ചോണം കേട്ടോ. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് 0. ഏതൊരു ക്ലോസ്ഡ് സർഫസിൽ കൂടിയുള്ള മാഗ്നറ്റിക് ഫ്ലക്സും 0 ആയിരിക്കും. അതായത് ഒരു സർഫസിനകത്തേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എപ്പോഴും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, magnetic monopole does not exist. ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും ചോദിക്കുക, റൈറ്റ് ഗോസസ് തിയറം, വാട്ട് ഇസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജിൻ്റെ കേസിൽ ഒരു +q ചാർജ് മാത്രമായിട്ട് വരാം, -q ചാർജ് മാത്രമായിട്ട് വരാം. പക്ഷേ ഒരു മാഗ്നറ്റിൻ്റെ കേസിൽ, മാഗ്നറ്റിക് പോൾസിൻ്റെ കേസിൽ ഒരു നോർത്ത് പോൾ മാത്രമായിട്ടോ ഒരു സൗത്ത് പോൾ മാത്രമായിട്ടോ ഒരിക്കലും കാണില്ല. നോർത്ത് പോൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ആരുണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. അതുപോലെ ഒരു സൗത്ത് പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ ആര് കാണും, ഒരു നോർത്ത് പോൾ കാണും. മാഗ്നറ്റിക് മോണോപോൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല, ഒറ്റയ്ക്ക് ഒരു പോൾ മാത്രമായിട്ട് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പം ഗോസ് തിയറം പഠിക്കുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് ഓർത്തിരുന്ന് ഒന്ന് പഠിച്ചോണം കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഗോസ് തിയറം നേരിട്ടായിരിക്കില്ല, ഈ പോയിന്റ്സ് എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനി ഉടൻ തന്നെ കാണാം. ബാക്കി ചാപ്റ്റേഴ്സ് ഇനി ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാം എക്സാം ബേസിസിൽ ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷൻ പാറ്റേണിലായിരിക്കും ഇടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഓൾറെഡി നമ്മുടെ ചാനലിൽ എല്ലാ ക്ലാസ്സസും നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ തന്നെയാണ് ഇട്ടുപോയിരിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ അതേ ഡിസ്കഷൻ മെത്തേഡിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതും. താങ്ക് യു ഫോർ വാച്ചിങ്.